എന്തായാലും അത് കാണാൻ പോവാനാണോ പറയുന്നേ? പോയാലോ? എന്നാ പോവാ. ഐ ലവ് യു. അപ്പോഴേ നമ്മള് റെഡിയായി ഇതാ ബയോ സെന്ററിലേക്ക് പോവാണേ. റോഡ് സൈഡിൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല പാർട്ടി വൈബിൽ ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയി. 11 മണി വരെയാണ് ബയോ സെന്റർ. പക്ഷേ ഇതാ സിഗ്നലിലും പെട്ടു. അങ്ങനെ നമ്മൾ അതൊക്കെ താണ്ടി ബയോ സെന്റർ എത്തിയേ. അങ്ങനെ ഞങ്ങളുടെ മറിയക്കുട്ടി അതിന്റെ ഉള്ളിൽ കയറിയപ്പം ഫുൾ എക്സൈറ്റഡ് ആയി. ആദ്യം എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. മറൈൻ സെക്ഷൻ ആണ് ആദ്യം. ഐരു ബേബിക്ക് ഈ ഫിഷിനെ വലിയ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കിന്നാരൊക്കെ പറഞ്ഞ് ഒരു ഫ്ലൈങ് കിസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. വന്നത് എന്തായാലും വെറുതെ ആയില്ലെന്ന് തോന്നി. കാരണം ഐരു ബേബി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു വ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കടലിനടിയിൽ എത്തിയ പോലെ ഒരു ഫീൽ ആണ്. ആ കോർണർസ് ഒക്കെ വെച്ച് അതേ രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര കണ്ടാലും കണ്ണിന് മടുക്കാത്ത കാഴ്ചകൾ തന്നെയാണ്. കാരണം എല്ലാത്തിലും ഒരു വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ അധികം ഫിഷസ് ഉണ്ട് ഇവിടെ. പല പല വെറൈറ്റീസ് ആൻഡ് കളേഴ്സ്, പിന്നെ അറേഞ്ച്മെന്റ്സ് എല്ലാത്തിലും വ്യത്യസ്തതയുണ്ട്. പിന്നെ ഇവിടെ ഫിഷസ് മാത്രമല്ല ബേർഡ്സും റെപ്റ്റൈൽസും പെറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫിഷിനെയൊക്കെ വാങ്ങിക്കൊണ്ട് പോവാം. നല്ല റേറ്റ് ഒക്കെ ഉണ്ട്. അതേപോലെ ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന സംഭവങ്ങള്, പിന്നെ ബേർഡ്സിനെ ഇടുന്ന കൂട് ടൈപ്പ് ഐറ്റംസ്, അങ്ങനത്തെ എല്ലാം ഇവിടെ കിട്ടും. മറിയക്കുട്ടി ഇങ്ങനെ ഓടി നടന്ന് എല്ലാത്തിനോടും കാര്യം പറയുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നതിനെ എല്ലാം കണ്ടാൽ അതിന്റെ പിന്നാലെ നടന്ന് കാര്യം പറയുന്നുണ്ട്. ഇവിടുത്തെ ജീവിതം പിന്നെ നാട്ടിലെ പോലെ അല്ലല്ലോ. പുറത്തിറങ്ങി കാക്കയും പൂച്ചയോടും ഒക്കെ കഥ പറയാനും കളിക്കാനൊന്നും പറ്റില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലും ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. പാർക്കിലും മാളിലും പോകാറാണ് പതിവ്. പിന്നെ ചൂട് സമയമാണെങ്കിൽ പാർക്കിൽ പോകുന്ന കാര്യം ചിന്തിക്കാനും കൂടി വയ്യ. അപ്പം മാളുകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി കുറച്ച് റെപ്റ്റൈൽസിനെ കാണാം. ഇതിന്റെ ഉള്ളിലേക്ക് കൈയിടല്ലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മൗസിനെ കാണാം. ദാ സ്റ്റുവർട്ട് ലിറ്റിലിനെ പോലെ ഒരു മൗസ്. പക്ഷെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കൂടെ ഉള്ളത് ചത്തുപോയിട്ട് അത് അതിനെ ചെന്ന് വിളിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരാൾ ഐറുവിനെ കണ്ടപ്പോഴേ ഓടി വന്നു. പിന്നീട് അതിനോടായി ഐറുവിന്റെ കിന്നാരം. ഇനി കുറച്ച് ബേർഡ്സിനെ കണ്ടാലോ? അങ്ങനെ കണ്ടോണ്ടിരുന്നപ്പം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഈ ഒരു ഓന്തിനെ കൊണ്ടുവന്ന് നമുക്ക് തന്നെ തൊട്ടേ തൊട്ടേ ടച്ച് ടച്ച് ഉടുപ്പിന്റെ മേളിലാ. അങ്ങനെ ഐറുബേബിയുടെ കൈ വെക്കാൻ നോക്കിയെങ്കിലും പേടി കൊണ്ട് വെച്ചില്ല. ഇത് പിന്നെ പൂച്ചകൾക്കൊക്കെ താമസിക്കാനുള്ള ലക്ഷറി അറേഞ്ച്മെന്റ്. പിന്നെ ഞങ്ങൾ അപ്സ്റ്റേഴ്സിൽ പോയി. അവിടെ മൊത്തം ചെടികളാണ്. ചെടികൾ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാം. പിന്നെ അതൊക്കെ കണ്ട് താഴെ വന്നപ്പോഴ് ക്യാറ്റിന്റെ പ്ലേ ഗ്രൗണ്ട്. അവിടെ വന്നപ്പോഴോ ആ ഫ്രണ്ടിലിരിക്കുന്ന ക്യാറ്റ് ഐറുവിനെ കണ്ട് ഓടി വന്നതാണ്. പുള്ളിക്കാരന്റെ വരവ് കണ്ട് ഐറു പേടിച്ചു പോയി. പിന്നെ ഐറു മിണ്ടാൻ ചെന്നപ്പോൾ അവൻ മിണ്ടുന്നില്ല. ഇവനാളൊരു സൈക്കോ ആണെന്ന് തോന്നുന്നു. പക്ഷെ നന്നായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. ഇനി നമുക്ക് ഇവന്റെ കുറച്ച് ഡാൻസ് കണ്ടാലോ?
ഇവിടെ ഒരാൾ നമ്മളെ കണ്ടപാടെ കൂട്ടിൽ കയറി ഒളിച്ചിരിക്കുകയാണേ. പുറത്തോട്ട് ഇറങ്ങാൻ താല്പര്യമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ അവസാനം എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഐറു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുവാണേ. അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.